നാളെ അംഗൻവാടിയിൽ നിന്ന് ടൂറ് പോവാ എറണാകുളത്തേക്ക്. അപ്പോൾ ഇന്ന് കറിയൊക്കെ വെച്ചാൽ പിന്നെ കാലത്ത് ചപ്പാത്തി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് വിജാഷേട്ടനോട്. ചപ്പാത്തി വാങ്ങിച്ച് ഇവർക്ക് വെച്ചിട്ട് പോവാമല്ലോ. അങ്ങനെ ഞാൻ തന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. വിജാഷേട്ടൻ വരുമ്പോൾ വേഗം. അപ്പം ഞാനതൊക്കെ വേഗം കഴുകി അത് കറി വെക്കാം. പിന്നെ വരുമ്പോൾ വിജാഷേട്ടനോട് ഞാനൊരു പാക്കറ്റ് ചപ്പാത്തി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചുട്ടാൽ മതിയല്ലോ കാലത്ത്. പിന്നെ ചോറ് നമ്മൾ തലമൽ കുക്കറിൽ തലേ ദിവസം തന്നെ ഇറക്കി വെക്കുമല്ലോ. എന്നിട്ട് ഞാൻ വേഗം ചിക്കനൊക്കെ കഴുകിയിട്ട് വേഗം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം തിരുമ്പി വെച്ചു. അതിനുശേഷം ഞാൻ വേഗം ചട്ടിയൊക്കെ വെച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കാനായിട്ട് നോക്കുകയാണ്. എപ്പോഴും ചിക്കൻ വാങ്ങുമ്പോൾ വറുത്തിട്ട് കറി വെക്കാറില്ല, വല്ലപ്പോഴൊക്കെയാണ് കറി വെക്കുക. അപ്പോൾ മണിക്കുട്ടനോട് പറഞ്ഞു, അമ്മയെ വറുത്തിട്ട് കറി വെച്ചോളൂ എന്ന്. അപ്പോൾ ഞാൻ വേഗം മല്ലിപ്പൊടി ഇട്ടില്ല, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഞാനതൊന്ന് തിരുമ്പി കുറച്ച് നേരം അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ചട്ടിയൊക്കെ വെച്ചിട്ട് വേഗം ചിക്കനൊക്കെ അതിൽ പറക്കിയിട്ടു. അപ്പം അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, ബലത്തിലൊന്നും വറുത്തെടുത്തില്ല, ഒന്ന് വെറുതെ വാട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ അപ്പോഴേക്കും വിജയശേട്ടൻ പണി കഴിഞ്ഞ് വന്നു. അപ്പം ഞാൻ ആൾക്കൊരു ഗ്ലാസ് ചായയൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇറച്ചിയൊക്കെ അതിലിട്ടിട്ട് കുറച്ച് നേരം അവിടെ പോയിരുന്നു ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും എൻ്റെ അപ്പുറത്ത് വന്നിക്കാണ് ചിക്കൻ കൊണ്ടുപോയിട്ട് കഴിക്കാനായിട്ടേ. അപ്പോൾ ഞാൻ പറയണത് ഇന്നേക്ക് വാങ്ങിച്ചതല്ല നാളേക്കാണെന്ന്. അപ്പം അങ്ങനെ വേഗം ഞാൻ ആയി വന്ന ചിക്കനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഞങ്ങൾ അംഗൻവാടിക്കാരെല്ലാവരും കൂടിയിട്ട് എറണാകുളത്തേക്ക് ടൂറ് പോവാണ്. ആ ടൂറിൻ്റെ വീഡിയോ ഞാനിതിൽ ഇടാം. അപ്പം അങ്ങനെ ചിക്കനൊക്കെ വറുത്തതായി വന്നപ്പോൾ ഞാനതൊക്കെ അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാനതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഞാൻ ഇങ്ങനെ ചെറിയ ഉരലില്ലേ അതിൽ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ അതിലിട്ട് കൊടുത്തു. ഗ്യാസൊക്കെ കുറച്ചിട്ട് നോക്കുകയാണ്. എന്നിട്ട് അത് ഒരുവിധം മൂത്ത് വന്നപ്പോഴേ അതിൽ പിന്നെ ഞാൻ സബോളയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ മണിക്കൂട്ടൻ നാളെ സിനിമയ്ക്ക് പോകണമെന്ന് എന്നോട് വന്ന് പറയുമായിരുന്നു, അമ്മ ടൂറ് പോവല്ലേ, അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് സിനിമയ്ക്ക് പോട്ടെ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പോകണ്ട, പരീക്ഷയൊക്കെ കഴിയട്ടെ എന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആയി വന്നപ്പോൾ ഞാനതിൽ വേഗം സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു തക്കാളിയും അതിൽ കട്ട് ചെയ്തിട്ട് കൊടുത്തു. അപ്പം അങ്ങനെ സബോളയൊക്കെ വാടണ വരെ ഞാൻ കുറച്ച് നേരം അവിടെ പോയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഗ്യാസൊക്കെ കുറച്ചിട്ടെ. അപ്പം നല്ലോണം സബോളയൊക്കെ വാടി വന്നപ്പോൾ ഞാനതിൽ വറുത്ത് വെച്ച കുറച്ച് മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും എൻ്റെ അംഗൻവാടിയിൽ ഒരു ചേച്ചി വിളിച്ചതാണ് വണ്ടിയുടെ സമയവും കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. അങ്ങനെ ചിക്കൻ കറിക്കായി ടൂറിൻ്റെ വീഡിയോ ആയിട്ട് വരാട്ടാ.